തീർച്ചയായും ഡാൻ, ഇതൊരു മഹാസമാധിയാക്കി മാറ്റുക, ഒരു ചരിത്ര സംഭവമാക്കി മാറ്റുക എന്നൊരു തീരുമാനത്തിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. അതായത് ഈ ഒരു കുടുംബത്തെ വലിയ രീതിയിൽ സംശയനിഴലിൽ നിർത്തിയ, വലിയ രീതിയിൽ ആക്ഷേപം ഈ കുടുംബത്തിന് നേരിടേണ്ടി വന്നൊരു സംഭവം കൂടിയാണ്. അതാണ് പല വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാണിച്ചത്. ഇതിലൊരു കൊലപാതക സാധ്യത ഉണ്ടെന്നൊക്കെ പറയുന്നു, അല്ലെങ്കിൽ മരണത്തിൽ ദുരൂഹത ഉണ്ടെന്നൊക്കെ പറഞ്ഞ് പല രീതിയിലുള്ള ആക്ഷേപങ്ങളും ഉയർത്തിയതാണ് ഈ കേസിൽ. ഈ ഒരു വിവാദത്തിന്റെ ഒരു അടിസ്ഥാനം എന്തായിരുന്നു ഡാൻ? അവിടെ ഒരു പിഴവ് ഈ കുടുംബത്തിന് സംഭവിച്ചു. ആ ചെറിയൊരു പിഴവിന് കൊടുക്കേണ്ടി വന്ന വലിയൊരു വിലയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ സംഭവങ്ങളെല്ലാം. അതായത് ഈ മരണം സംഭവിച്ചതിന് പിന്നാലെ, അതായത് ഇദ്ദേഹം സമാധിയായെന്ന് അവർ അവകാശപ്പെടുന്നു. അത് ഏതു വിധേയമാകട്ടെ, അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടപ്പെട്ടതിന് പിന്നാലെ സാധാരണയായി നാട്ടിൽ ആര് മരിച്ചാലും, വീട്ടിൽ കിടന്നുകൊണ്ടോ അല്ലെങ്കിൽ രോഗാവസ്ഥയിലുള്ള ആര് ഒരു വീട്ടിൽ കിടന്ന് മരിച്ചാലും ആ വാർഡ് മെമ്പറെ അറിയിക്കുക എന്നതാണ് അതിന്റെ പ്രാഥമികമായ നടപടി. വാർഡ് മെമ്പർ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു സാക്ഷ്യപത്രമുണ്ട്. അതായത് ഇന്ന സമയത്ത് ഇത്രാം തീയതിയാണ് ഈ മരണം സംഭവിച്ചതെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു സാക്ഷ്യപത്രം ഇവിടുത്തെ വാർഡ് മെമ്പറുടെ പക്കൽ നിന്ന് കൈപ്പറ്റാൻ ഉള്ള ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള ഒരു കോലാഹലങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയില്ലായിരുന്നു. അതല്ല എങ്കിൽ ഒരു ഡോക്ടറുടെ സാന്നിധ്യം, ഒരുപക്ഷെ ഈ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നേരിട്ടെത്തി മരണം സംഭവിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്ന വൈദ്യസേവനങ്ങളൊക്കെ ഈ നെയ്യാറ്റിൻകരയിലെ എല്ലാ സ്ഥലങ്ങളിലും അത് ലഭ്യമാണ്. പക്ഷെ അങ്ങനെ ഒരു സേവനം ഒന്ന് പ്രയോജനപ്പെടുത്താൻ കഴിയാതെ പോയി. അങ്ങനെ ഒരു വീഴ്ച അവർക്ക് സംഭവിച്ചു. അത് നമുക്ക് പറയാതിരുന്നുകൂടാ. അതുകൊണ്ടാണ് പിന്നീട് അങ്ങോട്ട് ഹൈക്കോടതി ഉന്നയിച്ച ചോദ്യങ്ങളുടെ മുമ്പിൽ വരെ അവർക്ക് നിശബ്ദമായി അവരുടെ അഭിഭാഷകന് നിൽക്കേണ്ടി വന്നത്. മരണ സർട്ടിഫിക്കറ്റ് എവിടെയെന്നൊരു വലിയ ചോദ്യം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായപ്പോൾ അതിന് ഉത്തരം കൊടുക്കാൻ കഴിയാതെ പോയത് ആദ്യഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ട് അവർ സ്വീകരിച്ച നടപടികളിൽ ഉണ്ടായ ഒരു ലാഗാണ്. ആ ലാഗാണ് ഇങ്ങനെ ഒരു വലിയ വിവാദങ്ങളിലേക്കൊക്കെ ഈ കാര്യങ്ങളെ കൊണ്ടുവന്ന് എത്തിച്ചത്. എന്തായാലും ഒരാഴ്ചയ്ക്കപ്പുറം ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇപ്പോൾ അവരെ സംശയത്തിന്റെ നിഴലിൽ നിർത്തിയിരുന്ന സാഹചര്യത്തിന് ഒരു മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് അദ്ദേഹത്തിന്റെ മരണം സംഭവിക്കുന്നത്, ഗോപൻ സ്വാമിയുടെ മരണം സംഭവിക്കുന്നത്. കഴിഞ്ഞ കുറച്ചധികം നാളുകളായി അദ്ദേഹം കിടപ്പിലായിരുന്നു. അദ്ദേഹത്തെ പുറത്തുള്ള ആളുകൾ അങ്ങനെ കാണുന്നേ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആരോഗ്യ വിവരങ്ങളടക്കം ഈ കുടുംബാംഗങ്ങളോട് ചോദിച്ചാണ് നാട്ടുകാരടക്കം അറിഞ്ഞിരുന്നത്. അതിനിടയിൽ ഞാൻ രാവിലെയൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു, ഇവിടെ ചില ഭൂമി വിൽക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ചില തർക്കങ്ങൾ നിലനിന്നിരുന്നു. അങ്ങനെ ആ തർക്കങ്ങൾ നിലനിന്നിരുന്നത് ഈ കുടുംബത്തിനെതിരെ ഒരു വികാരം ചില അയൽവാസികളുടെ ഭാഗത്തു നിന്നൊക്കെ ഉരുത്തിരിയാൻ സാഹചര്യം ഒരുക്കിയിരുന്നു. അവരടക്കം ഇതിൽ വലിയ തരത്തിൽ വിമർശനവുമായി രംഗത്തെത്തുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇതൊരു വലിയ വിവാദമായി മാറുന്നത്. അദ്ദേഹത്തെ ജീവനോടെ തന്നെ അവിടെ സമാധി ഇരുത്തിയതാണ് എന്ന തരത്തിലുള്ള ഗുരുതരമായ ആരോപണങ്ങൾ വരെ ഉയർന്നു. അതുമായി ബന്ധപ്പെട്ട പ്രാഥമികമായ പരിശോധനകൾ നടത്തി. പക്ഷേ പോലീസിന് മുമ്പിൽ അപ്പോഴും അവശേഷിച്ച ഒരു ചോദ്യം, പോസ്റ്റ്മോർട്ടം നടത്താതെ എങ്ങനെ അത് ഉറപ്പിക്കാൻ കഴിയുമെന്നതായിരുന്നു. അവിടെയാണ് ജില്ലാ ഭരണകൂടം കൃത്യമായി സാഹചര്യം ബോധ്യപ്പെട്ട കുടുംബാംഗങ്ങളുമായി അടക്കം ചർച്ച നടത്തിയത്. പക്ഷേ അവർ വഴങ്ങുന്നുണ്ടായിരുന്നില്ല. പിന്നീട് ഈ കുടുംബവുമായി ബന്ധമുള്ള ചില ജനപ്രതിനിധികളെ അടക്കം മുന്നിൽ നിർത്തിക്കൊണ്ട് നടത്തിയ ചർച്ചയ്ക്ക് ഒടുവിലാണ് അവർ പോലീസിന്റെ നടപടികളോട് സഹകരിക്കുന്ന സാഹചര്യമുണ്ടായത്. അരുൺ എന്നോടൊപ്പം തുടരുന്നുണ്ട്. അരുൺ, ഇപ്പോൾ ഈ ഒരാഴ്ചയോളം ഈ കുടുംബം മുഴുവൻ സംശയനിഴലിലായിരുന്നു. ഇപ്പോൾ ആ സാഹചര്യം മാറുകയാണ്. സ്വാഭാവികമായി നാളെ കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തുന്നു. ഇവിടെ അവർ പറയുന്നത് പ്രകാരം ഒരു മഹാസമാധി നടക്കാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പം ഇവിടുത്തെ ഒരു ഗ്രാമീണ പശ്ചാത്തലമുള്ള ഒരു നാട്ടിൽ ഒരു മഹാസമാധി വരുമ്പോൾ അദ്ദേഹത്തിന് കേരളം മുഴുവൻ ഈ ഗോപൻ സ്വാമി എന്ന വ്യക്തിയെ ഇപ്പോൾ അറിയപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. പിന്നീട് ഇവിടുത്തെ ഒരു സാമൂഹ്യ പശ്ചാത്തലമൊക്കെ വെച്ച് ഇവിടുത്തെ ഒരു സാഹചര്യം എന്തായിരിക്കും പിന്നീട്? തീർച്ചയായും അത് നമുക്കിപ്പോൾ ചിന്തിക്കാവുന്നതിനപ്പുറത്തായിരിക്കും. കാരണം നാളെ ഒരുപക്ഷെ ഈ പറയുന്ന എല്ലാ സംഘടനകളും, ഈ ഹൈന്ദവ സംഘടനകൾ ഉൾപ്പെടെ രംഗത്ത് വരാനായിരിക്കും സാധ്യത. സ്വാഭാവികമായിട്ട് അത് എത്രത്തിൽ എടുക്കുമെന്നുള്ളതിന് വരും മണിക്കൂറിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. കാരണം ഇപ്പോൾ മൃതദേഹമുള്ളത് മെഡിക്കൽ കോളേജിലാണ്. അവിടെ നിന്ന് ഏതാനും നിമിഷങ്ങൾക്കകം അല്ലെങ്കിൽ മണിക്കൂറുകൾക്കകം നിംസിലെത്തുന്നു. അതിനുശേഷമായിരിക്കും മക്കൾ പോലും ഇതിനെക്കുറിച്ചൊരു ആധികാരികമായ ഒരു തീരുമാനം എടുക്കാൻ കഴിയുക എന്നുള്ളതായിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. നമ്മൾ പലവട്ടം ബന്ധുക്കളെയും ഈ പറയുന്ന അവരുടെ കുടുംബാംഗങ്ങളെയും നമ്മൾ ശ്രമിച്ചെങ്കിലും അവർ വളരെ വൈകാരികമായി ഇന്നലെ പ്രതികരിച്ച ഒരു മുഖമല്ലായിരുന്നു അവരുടെ ഉണ്ടായിരുന്നത്. വളരെ വൈകാരികമായി തന്നെ അവർ പ്രതികരിച്ചു മാറി. പക്ഷേ ഇപ്പോൾ അവർക്ക് അത് നീതി കിട്ടിയ ഒരു മുഖമാണ് അവരിൽ നിന്ന് കിട്ടുന്നത്. അതായിരിക്കും അങ്ങനെ പെട്ടെന്ന് കുറ്റം പറയാൻ കഴിയില്ല അല്ലേ? കാരണം അവരുടെ ഭാഗത്തുനിന്ന് അവരെ അത്രമാത്രം ഈ ഒരുപക്ഷെ മാധ്യമ വാർത്തകൾ അടക്കം അത്തരത്തിലായിരുന്നു. അത് ഒരുപക്ഷെ അവരെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടാകും. അതുകൊണ്ടായിരിക്കും അങ്ങനെയുള്ള ഒരു പ്രതികരണങ്ങളൊക്കെ പലപ്പോഴും ഇന്ന് അവരുടെ ഭാഗത്തുനിന്നുണ്ടായത്. തീർച്ചയായും ഡാൻ, കാരണം ഇന്നലെ രാത്രി വരെ സമാധിയിരുത്തിയ തന്റെ പിതാവിനെ സമാധിയിരുത്തിയ സ്ഥലത്ത് പൂജാതി കർമ്മങ്ങൾ നടത്തിയ മക്കൾ ഇന്ന് രാവിലെ അത് ഒരു കൂട്ടം ആൾക്കാർ വന്ന് പൊളിച്ചുകൊണ്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ, അത് തന്നെ ആയിരിക്കാം ആ മാതാപിതാക്കളും ആ മക്കളും പ്രതികരിച്ചതെന്ന് നമുക്ക് ഈ അവസരത്തിൽ പറയാതിരിക്കാൻ കഴിയില്ല. അവരെ ഒരിക്കലും നമുക്ക് ഒന്നും വിമർശിക്കാനൊന്നും കഴിയില്ല. അത് സ്വാഭാവികമായ പ്രതികരണം.
സ്വാഭാവികമായ പ്രതികരണം തന്നെയാണ് ഇന്ന്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അവരെ ഇന്ന് കൂടുതൽ ശല്യം ചെയ്യാൻ നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായത്. എന്നാൽ വരും മണിക്കൂറുകൾ അവർ തന്നെ മുന്നോട്ട് വന്ന് ഈ വിഷയത്തെ പ്രതികരിക്കാൻ അവർ തയ്യാറാവുന്ന ഒരു അവസ്ഥയും നമുക്ക് വരുന്നുണ്ട്. മറ്റ് സംഘടനാ നേതാക്കളും നമ്മളോട് ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കാൻ. അപ്പോൾ ഇതിന്റെ സ്വഭാവം ഈ പറഞ്ഞതുപോലെ നേരത്തെ സൂചിപ്പിച്ച സ്വഭാവം മാറി തുടങ്ങി. അതായത് ചില സന്ദർഭങ്ങളിൽ പ്രതികരണങ്ങൾ എടുക്കുക എന്നത് നമ്മളെ സംബന്ധിച്ച് അനിവാര്യതയാണ്. പക്ഷേ ചില സമയങ്ങളിൽ ആ പ്രതികരണങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു യുക്തിസഹമായി നമ്മൾ ഇപ്പോൾ എടുക്കേണ്ട ഒരു മര്യാദ അത് തന്നെയാണ്. അവർക്ക് അവരുടെ ഒരു സാവകാശം നൽകുക. അവർ ഒരു മെന്റലി ഓക്കെ ആയതിനു ശേഷം സംസാരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയാൽ നമുക്ക് അപ്പോൾ അവരുടെ കൂടുതൽ പ്രതികരണങ്ങൾ ലഭിക്കുമായിരിക്കും അല്ലെ, ഈ ഭാര്യയുടെ അടക്കം. തീർച്ചയായും എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ ഏതാനും നിമിഷങ്ങൾക്ക് ഈ പറയുന്ന ഇളയ മകൻ ഉൾപ്പെടെയുള്ളവർ നിമിസിലേക്ക് പോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്ക് അവിടെ വെച്ച് നമുക്ക് മറ്റുള്ളവരോട് പ്രതികരണം നൽകുന്ന സമയത്ത് നമുക്ക് ലഭിക്കുമായിരിക്കും. പക്ഷേ ഇന്ന് തന്നാലും ഇപ്പോൾ അവർക്ക് ഈ പറഞ്ഞ നേരത്തെ ചോദിച്ച 2 ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയിരിക്കുന്നു ഏറെക്കുറെ. ഇനി ആന്തരിക അവയവങ്ങളുടെ പരിശോധനാ ഫലം വരാനിരിക്കുന്നുണ്ടെങ്കിലും 2 ചോദ്യങ്ങൾ എവിടെയാണ് ഗോപൻ സ്വാമി, എന്താണ് സംഭവിച്ചത് എന്നുള്ള ചോദ്യങ്ങൾക്ക് ഏറെക്കുറെ ചോദ്യത്തിന് ഉത്തരം ലഭിക്കുന്ന ഒരു സാഹചര്യം ഈ മണിക്കൂറുകൾ നൽകിയെന്ന് മാത്രം നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയും. അതോടൊപ്പം എടുത്തു പറയേണ്ട കാര്യം വിശ്വാസവും അന്ധവിശ്വാസവും ഇത് തമ്മിൽ എങ്ങനെ വേർതിരിക്കാൻ കഴിയും? ഇതൊരു വലിയ ചോദ്യമായി കേരളത്തിന്റെ മനസാക്ഷിക്ക് മുമ്പിൽ, കേരള സമൂഹത്തിന്റെ പൊതു മനസാക്ഷിക്ക് മുമ്പിൽ വെച്ചുകൊണ്ടായിരിക്കും ഗോപൻ സ്വാമി വിവാദത്തിന് തിരശ്ശീല വീഴാൻ പോകുന്നത്.